ഞാൻ പറഞ്ഞാൽ അടുത്തൊക്കെ പറ്റി നമ്മളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കയറി പോകണം. കയറി വാ. സുനിയ ഇവിടെ ഞാൻ നേരത്തെ ഇന്നെങ്കിലും നീ നേരത്തെ വന്നല്ലോടാ. എന്റെ പൊന്നുമാരുടെ 7 മണിയല്ലേ ആയുള്ളൂ. അവരെല്ലാം കൂടെ വന്നോട്ടെ, എന്നിട്ട് നമുക്ക് കമ്മിറ്റി തുടങ്ങാമെന്ന് അല്ലേ? അല്ല, അതിന് 7 മണിയല്ലേ ആയുള്ളൂ. ആരെ കാണുന്നില്ലോ. ഒന്നും നിങ്ങളുണ്ടാക്കും, ഞാൻ വീട്ടിൽ പോകും. ചേട്ടൻ പിള്ളേർ വരട്ടെന്ന് എത്ര നേരമായി സൂര്യ പറയുന്നത്? എത്ര നേരമായി? നിങ്ങൾ പറയുന്നതാണോ കാര്യങ്ങൾ? പിള്ളേരെ പണിയും കഴിയൊക്കെ വരണ്ടേ? അവരവിടെ തുടങ്ങി പിള്ളേരെ വരട്ടെ. ഇപ്പോഴത്തെ ടീം പിള്ളേരെ കൂടെ തുടങ്ങാതെ ഇപ്പൊ പരിപാടി തുടങ്ങാൻ പോയില്ലേ? ആടാ, അപ്പൊ എല്ലാരും വന്നല്ലേ? 10ാം ശതമാനം എല്ലാവരും എത്തിയാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പരിപാടി ഒന്ന് തുടങ്ങിയേക്കാം. നമ്മുടെ ഈ വട്ടത്തെ ഓണാഘോഷ പരിപാടി ആലോചന യോഗമായിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടി നമുക്ക് പ്രാവശ്യം വെക്കാൻ. അപ്പൊ അതിനുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. എല്ലാവരും ആലോചിച്ച് നല്ല നല്ല തീരുമാനങ്ങൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഈ ആലോചന യോഗത്തിൽ വേണം ആലോചിച്ച് തീരുമാനിക്കാൻ. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ആധികാരികമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ ഞാൻ നിങ്ങളോട് സംസാരിച്ച് ക്ഷണിക്കുകയാണ് കേട്ടോ. പ്രസിഡന്റേ എന്തൊക്കെ പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം. സ്നേഹം നിറഞ്ഞ അക്കരക്കുന്ന് നിവാസികള്, നമ്മളിവിടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇത്തവണത്തെ ഓണം എങ്ങനെ മനോഹരമാക്കി കൊണ്ടാടാം എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ്. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങ് പെരുമ്പലച്ചിന്ന് കൈക്കടയില് എന്നെ കുടിക്കുമ്പോഴേ നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഞാൻ പോവാം. ഞാൻ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങള് എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാവണം. കൂടാതെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇത്തവണ നമ്മുടെ ഈ ക്ലബിനില്ല. അപ്പം നിങ്ങൾ കഴിവതും പരിപാടികളൊക്കെ ചുരുക്കി വേണം ഇത്തവണ ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ എങ്ങനെയാണെന്നുള്ള നടത്തിപ്പും കാര്യങ്ങളൊക്കെ സെക്രട്ടറി വത്സപ്പൻ പറയും. ഈ വത്സലിനെ തികച്ചു വിളിക്കാൻ മാത്രം വിളിക്കാൻ മതി, ഞാൻ പറഞ്ഞേക്കാം. അതിപ്പം തികച്ചു വിളിച്ചാലും മുറിച്ച് വിളിച്ചാലും സംഭവം അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനങ്ങോട്ട് പറയാം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണാഘോഷ പരിപാടി എന്താ നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ചെറിയ ബാധ്യതകളൊക്കെ നമുക്ക് ഉണ്ടായി. നമ്മൾ ഓരോരുത്തർ 1000 രൂപ വീര് വിട്ടാറ്റ് 700 രൂപ പോയിട്ട് 150 രൂപ പോലും നിരത്താന്മാരുണ്ട്. ഇല്ലേ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതെ പരിപാടികൾ നല്ല ഗംഭീരോട് നടക്കുകയും ചെയ്യണം. നമ്മളെല്ലാവരും കൂട്ടായിട്ട് തീരുമാനം ഉണ്ടാകണം. അതിന് വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അപ്പം കാര്യം നമുക്ക് ചർച്ചയ്ക്ക് വിടല്ലേ? അതെ. അപ്പൊ എന്തൊക്കെ പരിപാടികൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തർ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ ചർച്ചയ്ക്ക് വിടുക. എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രാവശ്യം ലൈറ്റ് സൗണ്ട് സ്മോക്ക് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഞങ്ങൾക്ക് പൊളിക്കണോ? എന്റെ പൊന്നടൽ മോനെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു മൊണ്ണത്തരം പറയരുത്. അല്ല, ഒരു പരിപാടി ഓണപ്പരിപാടി വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സൗണ്ട് സ്മോക്കും ഒക്കെ കാണുമെന്ന്. ഇല്ലാതെ പരിപാടി നടക്കുവോ? ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഇവ ഫ്രണ്ടിൽ വന്നിരുന്നാൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കും ഓരോ മണ്ടത്തരം. അടുത്ത കൊല്ലത്തിലെ കാര്യമുണ്ട്. അപ്പൊ ഒരു പരിപാടി സാധനം എന്തൊക്കെ കലാപരിപാടികളാണെന്ന് പറഞ്ഞാൽ 200 പേരെ കൂടെ ഞാൻ തരത്തില്ല. ഞാൻ നിനക്ക് 500 അങ്ങോട്ട് തരാം. ഞാനൊന്ന് വീട്ടിൽ പോയിരിക്കോ? ലോകത്തിൽ പാലിക്കേണ്ട ചില മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചോണ്ടിരിക്കാൻ ഇരുന്നേച്ചാൽ മതി. ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ കിടന്നു. മഴ കരണ്ടും പോയി. ഇങ്ങനെ കറണ്ട് പോവാത്താണല്ലോ.
ഉണ്ടാതിരിക്കും. ഇവിടെ നല്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കറണ്ട് പോകുന്നത്. പിടിക്കട്ടെ അതൊക്കെയാണ് എവിടെയും പോയി അയ്യോ വീടിലോട്ട് നമുക്ക് എവിടെയും വെക്കാം. കറണ്ട് വന്നല്ലോ. കഴിഞ്ഞല്ലോ. ഞാൻ എടുത്തു തരാം. ഇവിടെ എങ്ങാണ്ട് ഉണ്ടടാ. കിട്ടി. അതെങ്ങനാ 5 രൂപയുടെ മെഴുകുതിരി മേടിക്കാൻ പറഞ്ഞാൽ 15 രൂപയുടെ മെഴുകുതിരി മേടിക്കും. പിന്നെ എങ്ങനാ വണ്ടി പൈസ കാണുന്നത്? അത് മെഴുകുതിരി അല്ലെന്ന്. അപ്പം നമുക്ക് കറണ്ട് പോയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ചർച്ച അങ്ങോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ. എടാ അശ്വിനി, നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? ഒരു പൊരിക്കണ മൊത്തം അവന്റെ വൈകാത്താന്നാ തോന്നുന്നത്. എടാ അവനെ പിടിക്കണ അവിടെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ല അത് പറഞ്ഞായിരുന്നു. മറ്റേ ഒരു കമ്പനിക്ക് വരാമെന്നാ പറഞ്ഞു. വന്നാലും വന്നിട്ടില്ലല്ലോ. കിട്ടിയായിരുന്നോ? നമ്പർ വിളിച്ചോ. എന്നെ പരിപാടിയാ പതുവാ. എടാ ഓണത്തിന് തിരുവാതിര ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിപാടി. എന്റെ പൊന്നിട മോനെ അവര് കുറെ കുടുംബശ്രീക്കാരങ്ങോട്ട് കൂടി മെഗാ തിരുവാതിര കളിക്കുന്നത്. നമ്മളുടെ പെണ്ണുങ്ങളല്ലേ അത് മെഗ കഴിക്കുന്നില്ല മഹാ. അതല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പ്ലാനുണ്ടോ? വേറെ കാര്യമുണ്ട്. ഈ പരിപാടിയെല്ലാം നമ്മൾ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റിയ പരിപാടിയെല്ലാം സെറ്റ് ചെയ്തത് വെച്ചോ. പിന്നെ ഫണ്ട് കണ്ടെത്തണം. കഴിഞ്ഞ പ്രായമാണ് തന്നെ 1000 രൂപ 150 രൂപ കൂടി തന്നോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് നമ്മളെ കുറച്ചുകൊണ്ട് ഒരു ഫണ്ട് കണ്ടെത്താൻ നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് തരാൻ ഒരാളെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അത് പോയില്ല. ഓളെ പറയുന്ന കാര്യം പറ. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുള്ളിയിൽ ചേർത്താണ്. അപ്പൊ കഴിഞ്ഞ ഓണപ്പരിപാടി കൂടിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ ആ ഗൾഫിലായിരുന്നു. അപ്പൊ കഴിഞ്ഞ അപ്പൊ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാരും കൂടി ചെന്നിട്ടുണ്ട്. അവനോട് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവനെ സ്പോൺസറെ പിടിക്കണം. എന്നാ പിന്നെ എന്നാ ഒരു കാര്യം, ആ ചലത്തിനോ വരുന്നതിനോ എനിക്ക് വലിയ താല്പര്യമൊന്നും. നിങ്ങളങ്ങനെ പറയാതെ. അവൻ നമുക്ക് എല്ലാ പിള്ളേരെ പോലെ തന്നെ അവനും നമുക്ക് വേറെ ഇതൊക്കെ. പിന്നെ നിങ്ങളുടെ പെണ്ണമ്മ ചോദിച്ചില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളൊക്കെ കണ്ണടച്ചാ പോലെ ഞാൻ പോവാ. പിള്ളേരെല്ലാം പറഞ്ഞു നിങ്ങൾ പറയടാ. കുറച്ച് പൈസ അവന്റെ നമുക്ക് നോക്കാം. അല്ല അതൊന്നും നടപടിയുള്ള കാര്യമാണോ? പിന്നല്ലാതെ വിളിക്കുവാനേ കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾ ചുമ്മാ ഈ അലമുണ്ടാക്കാതെ. എടാ ചരത്തിന്റെ കാര്യം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യും. അവരെ കൊണ്ട് വിളിച്ചു അപ്പോൾ ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ വിളിക്കണം. അല്ല നിങ്ങളുണ്ടാക്കുന്ന പൈസ എടാ തിന്നാനുള്ള സാധനമൊക്കെ അവരോട് മാറ്റി വെച്ചേക്കണേ. കണ്ണം തെളിച്ച് വെച്ചേച്ച്
ശത്രുമോനെ എന്താണ് അപ്പം കാര്യം? അല്ല, കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീവ്രമായിരിക്കുകയാണ്. പകല് കലാകായിക മത്സരം, അതായത് മുട്ടായി പറക്കൽ, കസേര കളി, പിന്നെ അതുപോലെ തന്നെ വടംവലി, അങ്ങനെ മുതലായ എല്ലാ പരിപാടിയും ചെയ്യുന്നു. വൈകിട്ട് നമുക്ക് അതിൽ ഒന്നാമത് ഒരു സ്റ്റേജ് പരിപാടിക്കകത്ത് നമ്മുടെ കുടുംബശ്രീ യുവതികളുടെ നല്ല പാടില്ല, അപ്പോൾ നമ്മുടെ സുനിമോന്റെ സ്പീക്കർ ഷോയെ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും പരിപാടികളും ഓണം തകർക്കുന്നു. അല്ല മനസ്സാട്ടെ, ഈ അതിലൊരു വെറൈറ്റി, ഇതൊക്കെ എല്ലാ വർഷവും വരുന്നല്ലേ, വെറൈറ്റി വേണ്ടേ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി പൈസ ചെലവാകും. സ്റ്റേജ് വരെയാണ് നമ്മുടെ സുരേഷ് നാടൻ സെറ്റ് നമുക്ക് പിള്ളേർക്ക് തുള്ളുവെങ്കിലും കാര്യമാണ് ചെറുത്തുമാനെ. ഒരു കാര്യം പറയാം, നാടൻപാട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നാടൻപാട്ട് നമുക്ക് നടക്കാം. ചെയ്യുവോ? പിന്നെ അല്ലെങ്കിൽ ഈ തുണ്ടിയൽ കുടുംബക്കാരെ, അല്ല ഈ തുണ്ടിയൽ കുടുംബക്കാരെ മോശമാണെന്ന് കുറച്ച് പേർക്ക് ഒരു ധാരണയുണ്ട്. ചേട്ടനെ ഈ യോഗയിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ ആൾക്കാരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. അവനെ ആവശ്യമില്ലാത്തല്ലേ പറഞ്ഞോ? നമ്മളെ ഒന്നിച്ച് പോയെങ്കിലല്ലേ നമ്മുടെ പരിപാടിക്ക് നമ്മളീ പരിപാടി തീരുമാനിച്ചിരിക്കുന്നു. വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്തത്. ഒന്നുമില്ല. അപ്പൊ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി തുണ്ടിയിൽ ശരത്തിന്റെ ഭാഗം. സ്നേഹം നിറഞ്ഞ അക്കരക്കുന്ന് നിവാസികളെ, ഇക്കൊല്ലത്തെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് പച്ചക്കുതിര ക്ലബ്ബ് അറിയിച്ചൊരുക്കിയിരിക്കുന്ന ഓണം 2025 എല്ലാ സ്നേഹമുള്ള നാട്ടുകാരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിള്ളേരുടെ ഒരു കാര്യം എല്ലാവർക്കും എന്റെ കൈ ചെല്ലെന്ന് പറഞ്ഞാൽ എന്നെ പറയാൻ അതടിക്കാം. ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ അതെടുക്ക്, അപ്പുറം കൂടെ എടുക്ക്, അങ്ങോട്ട് കുറച്ചുകൂടി വലിക്ക്. അത് മടക്കൂടെ എടുക്ക്. തിരിച്ചെടുക്ക്. ഓ, ഇവന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റ്. മതിയോ? മതി മതി മതി. ഇങ്ങനെ വേണം കെട്ടാൻ. കെട്ടാൻ കൊടുത്താൽ കെട്ടിയുമില്ല, ഒട്ടിച്ചിട്ടുമില്ല. ടിക്കടാ വലി പോകട്ടെ, അങ്ങോട്ട് പോകട്ടെ, അങ്ങോട്ട് പോകടാ. സുന്ദരിക്ക് പൊട്ടുതലി മത്സരത്തിനകത്ത് ഇനിയും പങ്കെടുക്കാനുള്ള പിള്ളേര് എത്രയും വേഗം തന്നെ പേര് കൊടുക്കേണ്ടതാണ് കേട്ടോ. എത്രയും വേഗം തന്നെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാനിവിടെ പേരെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ലേ? ചേട്ടാ ദൈവമേ, ഇപ്പൊ വരാൻ കേട്ടോ. മോനെ ഈ പേപ്പർ നിർത്തി കളഞ്ഞേക്കരുത്. ഈ റൂട്ടിൽ നിർത്തി ഇന്നേ ഇപ്പൊ വരാൻ കേട്ടോ. എന്റെ ദൈവം എനിക്ക് പോയി ഇന്ത്യക്കകത്ത് വെച്ച് കെട്ടാറുണ്ട്. എന്നടുത്ത് എന്നാണ് ഈ പുള്ളി കാണിക്കുന്നതാണോ? ഈ പുള്ളി തുടങ്ങിയപ്പോ കേട്ടാ, ഈ പുള്ളി കൊണ്ടൊന്നും പറ്റത്തില്ല. നീ കാര്യം പറയാൻ പുള്ളി പ്രായമുള്ള ആളല്ലേ. ഒന്നാമത് പുള്ളിക്ക് ടുക്കറൊക്കെ ഉള്ളതാ ഞാൻ പറയാൻ കേട്ടോ. നീ ആരം ഉണ്ടാക്കി ഈ പരസ്യം തികച്ച് വിളിക്കാത്ര മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒരുമാതിരി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഈ പേര് കേട്ടാ തന്നെ നാട്ടുകാരനെ വിചാരിക്കുന്നുണ്ടാ ഒരുമാതിരി ഉണ്ടോ. അത് പിന്നെ മുറിച്ച് വിളിച്ചാലും മുഴുവിച്ച് വിളിച്ചാലും സംഭവം അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പോവാ. എന്നാ ഷിബു എന്നാടാ പറഞ്ഞ? അല്ല അത് പിന്നെ ഷിബു പറഞ്ഞതറിയോ, മാഷിന്റെ നോട്ടം എല്ലായിടത്തും എത്തുന്നുണ്ടല്ലോ. പരിപാടി നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ കാര്യം പറയായിരുന്നു. അത് പിന്നെ നമ്മുടെ പരിപാടി ആകുമ്പോ നമ്മൾ ചെയ്യണമല്ലോ. അത് ഞാൻ വേണം, ഞാൻ ചെയ്യാതിരിക്കും. ഞാൻ ചെയ്യും. പിന്നെ നോക്കിക്കാണും ചെയ്തോളാം. അടുത്ത കാരണം കാണുമോ ദൈവത്തിനറിയാം. പ്രസിഡന്റ് താനേ
കടവും ദൈവത്തിനോട് ഞാൻ പറയായിരുന്നു. അല്ല വല്ലതും കഴിച്ചായിരുന്നോ? ബിപിയുടെ ഗുളിക അതല്ല എടുത്തിട്ടുണ്ട്. ആഹാരം വല്ലതും കഴിച്ചോന്നു? ദോശ. ഇല്ല വാ, ഇവിടെ ഷുഗർ വന്ന് കിടന്നുണ്ടല്ലോ. ചുമ്മിക്കോട്ട് ഞാനൊന്ന് കാണുകയല്ല. വാ വരാം. എനിക്കവിടെ പണിയുണ്ടേ. എന്തെല്ലാം പണികളൊക്കെ അറിയാവോ? നിന്നെ പോലെയാണ് കഴച്ച പിള്ളേരുടെ ഒരു കാര്യം ഓണമായി പോയി. അല്ലെന്നല്ല മയിലോർത്തരം ഞാൻ പറഞ്ഞേനെ. എടാ ചേച്ചി ഇന്ന് മതിയോ? നിങ്ങൾ എന്ത് കാണിക്കുന്നത്? ഇങ്ങനെയാണോ അത്തപ്പൂക്കളെ ഇടുന്നത്? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല അത്തപ്പൂക്കളെ ഇടുന്നത്. എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാൻ കറിയാൻ ചെയ്യും. പ്രസിഡന്റ് ഒന്ന് പോയേ. ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാം. ഇക്കണക്ക് നിന്നോടൊക്കെ പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ നീയൊക്കെ തല്ലുമല്ലോ. പിള്ളേര് നീ എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്. പിന്നെ മറ്റേ ഒരു കാര്യം, എന്റെ പൊന്നു പ്രസിഡന്റ്, നിങ്ങൾ കാണുന്നു കാണാൻ പറ്റും. നിങ്ങൾ ഇതിനൊക്കെ പറയുന്നത് നടക്കുക. പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഞാൻ ഒരു പന്ത ഇട്ടങ്ങ് ഉരുട്ടുവാ. സെക്രട്ടറി മുട്ടായി നടക്കണ്ടേ പിള്ളേരെ മറ്റേ കിഡീസിന്റെ പരിപാടിയുടെ മുട്ടായി തീറ്റി ഒരു കാര്യം ചെയ്യ്, ഈ പട്ടത്തിൽ നെഞ്ചിത്തെടുത്തുള്ളൂ. മൂഞ്ച് തമാശ പറയാം പ്രസിഡന്റ്. എന്നാ മാറിക്കൊറ, അതിലെങ്ങനെ പോട്ടെ. ആ പടുതാൻ കൂടി പോയിക്കൂടാ, അതിലെങ്ങനെ പോകണം. കാര്യം പറയാൻ പറ്റുമ്പോ തമാശ പറയാൻ പ്രസിഡന്റ്. ഇതോടെ വെക്കണം തോന്നാ. എടാ എവിടെയെങ്കിലും കൊണ്ട് വെക്കടാ. ഇവിടെ ഇല്ലാതെ പ്രസിഡന്റ് നെഞ്ച് തന്നെ കൊണ്ട് വെക്കും. ആവശ്യം പോലെ ആ ഇവിടെ ഇരിക്കട്ടെ. പ്രസിഡന്റെ ഈ മുട്ടാന്ന് വെക്കണം. പിള്ളേരെ മറ്റേ മുട്ടാ തീറ്റിയുടെ കാര്യത്തിന് വേണ്ടിയുള്ള നോക്കിക്കണം കേട്ടോ. ആ നോക്കിയാണ് ഇതാരും ഇവിടെ കൊണ്ടുപോയി പിള്ളേരുടെ ഒരു കാര്യം. സെക്രട്ടറി അങ്ങോട്ട് നോക്കി. ആ അങ്ങോട്ട് നോക്കാൻ. തനിക്ക് ഒന്നും ഷുഗർ ഉള്ള ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്നാ പിരി പോയി കിട്ടിയിട്ടില്ല. ഇവിടെ വേണ്ട ഇങ്ങനെ നടന്നു കാണുന്നുണ്ടല്ലോ. ആര് കൊണ്ടുപോകാനാ? ഇതിനടുപ്പേഴെവിടാ? പ്രിയമുള്ള അക്കരക്കുന്ന് നിവാസികളെ, പച്ചക്കുതിര ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആർപ്പോണം 2025 ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത പരിപാടിയിൽ നിരവധി കലാപരിപാടികളും കലാകായിക മത്സരങ്ങളും നമ്മുടെ വേദിയിൽ അരങ്ങേറുകയാണ്. ആദ്യമായി കിഡീസ് വിഭാഗം മുട്ടായി പെറുക്കാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതിനായി പേര് കൊടുത്തിട്ടുള്ള ഒരു പേരുകൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഡെല്ലാമോൾ, സാന്ദ്ര PS, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ആദ്യമായി കിഡീസ് വിഭാഗത്തിന്റെ മുട്ടായി പെറുക്ക് മത്സരമായി നടക്കാൻ പോകുന്ന കേട്ടോ. എങ്ങനെയാ പെറുക്കുന്നറിയാവോ? ഓരോന്നായിട്ട് പെറുക്കി കൈ പിടിക്കണം. അങ്ങനെ പെറുക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഓളം വെച്ചേ. നിന്റെ മത്സരം അല്ല, പിള്ളേരുടെ മത്സരമാണിത്. പരിപാടി മാറി നിന്നെ കൂടെ തിരിക്കും കേട്ടോ. തൊട്ടികളി മത്സരമാണ്. അതിന് പേര് തന്നിരിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരേണ്ടതാണ്.
മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആര് കടിക്കും? കുഞ്ഞു കടിക്കുവോ അല്ലെ സതീശന്റെ മോൻ കടിക്കുവോ? സതീശന്റെ മകന്റെ കടിയാണ് കടി. അതേ കടി. കോടിയാ. കുഞ്ഞി എന്നെ അവിടെ കണ്ട കാണാം. അയ്യോ ഞാൻ കൊച്ചനെ കൂടെ തിന്നു വന്നിരിക്കും തോന്നല്ലേ. 150 രൂപ പിരിവും 50 കിലോ കടി. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇനി നമുക്ക് ഓണസദ്യയുടെ സമയമാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി ഓണസദ്യ കഴിച്ചിട്ട് കൃത്യം 2 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. കേട്ടല്ലോ? ആ ആർപ്പുകര പോണെന്നല്ല പിന്നെ ആർപ്പോണം. അപ്പൊ എല്ലാരും തയ്യാറാകുക. അതെ അതെ. കശേരയിലേക്ക് പേരാതിരിക്കുന്ന സാന്ദ്ര സമൃദ്ധ കുഞ്ഞാറ്റ നായന എത്രയും പെട്ടെന്ന് എത്തുക. വാശിയേറി മത്സരം ഓടെ 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 ഓടാൻ ഓടെ ഓടാ. ശരത്തും സംഘവും മത്സരിക്കുന്നത്. സരോവരം മാഷാണ് മത്സരിക്കുന്നതിനായി എല്ലാ മത്സരപ്രേമികളും ഈ മത്സര നഗരിലേക്ക് കടന്നു വരണമെന്ന് ഹാർദവമായി കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. പേര് തന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജുമായി ബന്ധപ്പെടുക. അയ്യോ ഉൻ കങ്ങൾ അയ്യോ ഉൻ കങ്ങൾ കണ്ട നേരത്തിൽ എല്ലാം അയ്യോ 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 അയ്യോടാ അയ്യോ നീ എന്നെ കണ്ട നേരത്തിൽ മിൻസാരം അയ്യോ സുടുമിഴിയനിലെ അഴകിനിലെ തൊടുകിன்ற അയ്യോ மூண்டு ஒண்ணு மூண்டு ஏத்து மூண்டு அத்தம் மூண்டு ஏத்து மூண்டு புக்கல மூண்டு ஏத்து மூண்டு முண்டு மூண்டு ஏத்து மூண்டு சாதி மூண்டு ஏத்து மூண்டு சத்தி மூண்டு ஏத்து மூண்டு பாயச மூண்டு ஏத்து மூண்டு பப்பட்ட மூண்டு ஏத்து மூண்டு ஒல்லி மூண்டு
പ്രിയങ്കരനായ സുനിയുടെ ഒരു ഫിഗർ ഷോ ആണ്. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഞാനാണ് ഇത് കാണിക്കുന്നത്, എല്ലാരും കാണിക്കുന്നത് പറയുന്നത്. അടുത്തതായിട്ട് സുനിയുടെ ഫിഗർ ഷോ. സുനി ഇറങ്ങി പോടാ. ഞാൻ അതിനെ അവതരിപ്പിക്കുന്നു മോഹൻലാൽ. മോഹൻലാല് ഫസ്റ്റ് പിന്നെ മോഹൻലാല് അലക്കിയെന്നാ പുറത്ത്. ആ കൊള്ളടാ. ആ നീ ഒന്ന് പുറത്തിരുന്നോ, നിന്നെ കാണിക്കാതിരിക്കുന്നല്ലോ. വിൻസെന്റ് അടിപൊളിയാ. ഇറങ്ങി പോടാ. നിർത്തിട്ട് പോടാ. ഓ എന്ത് പ്രസിഡന്റ് ഞങ്ങളങ്ങോട്ട് വരണോ? പ്രസിഡന്റ് എല്ലാ നടപടി ഉണ്ടാവുമോ? ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ പ്രസിഡന്റ് നടപടിന്നോ? എന്നിട്ടാ ഇവൻ ഒറ്റ ഒരുത്തനെ പരിപാടി കലക്കിയത്. ഇവൻ ഒറ്റ ഒരുത്തൻ അറിയാമോ? സുഹൃത്തുക്കളെ, നിങ്ങളേവരും കാത്തിരുന്ന മാടൻ ഇവിടെ വന്നിട്ടുണ്ട്. മാറല്ല വേടൻ. ഇതാ വേദിയിൽ വേടൻ. പരിപാടിയടങ്ങാം. വർഷപ്പോ ഇവൻ ഈ മറ്റേ തെറ്റാലിയുടെ ബിസിനസ് ഒക്കെ നിർത്തിയോ? തെറ്റാലിയോ? അല്ല, ഇങ്ങനെ വലിക്കുന്ന ഇതാ വേറെ നല്ലത്. പിന്നെ റാപ്പർ നമ്മുടെ നിങ്ങൾക്ക് രോഗമൊന്നുമില്ലല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവൻ നല്ല ഓളം. പിന്നെ ഇനി അടുത്ത നടക്കാൻ പോകുന്നത് ഇതിനകത്ത് ഇല്ലാത്ത ഒരു ഐറ്റമാ. നമ്മുടെ ഒരു കോംബോ കീച്ചാലോ.
പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നമ്മുടെയൊക്കെ ശ്രമം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന നിരണം സുരേഷിന്റെ കന്നഡ പിള്ളേരെ നാടൻ പാട്ട് തുടങ്ങുകയാണ്. തുടങ്ങാൻ പോവാണ്. ഷിബു ഇങ്ങോട്ട് പറയുന്നു. നീ ചുമ്മാ കയറി അലമ്പനാക്കില്ല, നീ കതിനാശം കയറി അലമ്പനാക്കിയതാ കേട്ടോ. അപ്പൊ നിരണം സുരേഷിനെ സംഘത്തെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ കിഴിക്ക് സെറ്റല്ലേ കേട്ടോ, 6 8 പിടിക്കും. 6 8 കേട്ടോ, പ്രിയമുള്ള കലാസ്നേഹികളെ, ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് പ്രോഗ്രാം പരിപാടി നല്ല വീട്ടിൽ പോകുകയായിരിക്കണം കേട്ടോ. പാലക്കണം, കീച്ചണം. സെറ്റല്ലേ. ആദ്യത്തെ പാട്ടിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഭൂമിയുടെ ഉൽപ്പത്തിയപ്പെട്ടുള്ള പാട്ട് 6 8 പിടിക്കും. 6 8 മഴ പാടല്ലേ, അത് സെറ്റാക്കാം. പരിപാടി നടക്കുമല്ലേ? പരിപാടിയെല്ലാം എന്നൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അടിപൊളി, സൂപ്പറിലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഉള്ളോട് പോകും, അങ്ങോട്ട് വരാം. ആനകളി കണ്ടിട്ടു പെണ്ണിന് പോ മനസ്സില്ലേ തിന്താരാ, ആനക്കാരൻ മേലോനെ കണ്ടിട്ടു പോ മനസ്സില്ലേ തിന്താരാ. തിന്താരേ തിന്താരേ ദഗ തിന്തൈ താരാ തിന്താരാ. ആനകളി കണ്ടിട്ടു പെണ്ണിന് പോ മനസ്സില്ലേ തിന്താരാ, ആനക്കാരൻ മേലോനെ കണ്ടിട്ടു പോ മനസ്സില്ലേ തിന്താരാ. തിന്താരേ തിന്താരേ ദഗ തിന്തൈ താരാ തിന്താരാ. ഒന്നാമത് എനിക്ക് ഇമാരെ ഇഷ്ടം. അതുകൂടാതെ ഇമാര് മൈക്ക് സാക്ഷിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. പരിപാടി നമുക്ക് വെച്ചില്ല. ഓണമല്ലേ, ഞാനത് അലമ്പ. സാർ ഒന്നും പറയണ്ട, സാർ എൻ്റെ കൂടെ നിന്നാൽ മതി. ഇമാരുടെ പരിപാടി നിർത്തി വെക്കുക. കാരണം സാറേ, ഒന്നാമത് എനിക്ക് ഇമാരെ ഇഷ്ടം. കൂടുതലൊന്നും സംസാരിക്കണ്ട, നിർത്തിയേക്കണം. എന്നാന്നോ നീയൊക്കെ സാങ്ഷൻ പരിപാടി നടത്തിയേ? 10 മണി ആയില്ലോ, സമയം നോക്കടാ, സമയം നോക്ക്. എല്ലാം ഊരാ എന്നാ നീയൊക്കെ സാങ്ഷൻ എടുത്തോ. നാട്ടുകാരൊക്കെ അവിടെ നിൽക്കട്ടെ. സാങ്ഷൻ എടുത്തോ, സാങ്ഷൻ എടുത്തോ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? നീ മാറാ, നീ മാറാ. വെള്ളം സംസാരിക്കല്ലേ, ഒറ്റ ഒരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടെ പരിപാടി നടത്തുകയല്ല, പരിപാടി നടത്തുകയല്ല. ഞാൻ പോലീസാ, ഞാൻ പോലീസാ. ഇവിടെ പരിപാടി വെക്കാൻ പറ്റില്ല, പരിപാടി വെക്കാൻ പറ്റില്ല, പരിപാടി വെക്കാൻ പറ്റില്ല. ആരാണ് തെമ്മാടിത്തരം കാണിച്ചത്? നീയൊക്കെയാണോ സാർ? നമ്മളിവിടെ പരിപാടി നിർത്താൻ വന്നാണോ? എന്താ സാറ് കയറി പാട്ട് പാടുവാണോ? എന്നാ പരിപാടിയാ സാറേ കാണിക്കുന്നത്? പക്ഷെ ഒരേ ഓണമല്ലേ ഉള്ളൂ, അത് പിള്ളേർ അടിച്ചു പൊളിക്കട്ടെന്ന്, ആഘോഷിക്കട്ടെന്ന്.
മനസ്സില്ലേ ദിന്താര ദിന്താരേ ദിന്താരേ ദഗ ദിന്ദൈ താര ദിന്താര ആനകളി കണ്ടിട്ടു പെണ്ണിന് പോ മനസ്സില്ലേ ദിന്താര ആനക്കാരൻ വേറോനെ കണ്ടിട്ടു പോ മനസ്സില്ലേ ദിന്താര ദിന്താരേ ദിന്താരേ ദഗ ദിന്ദൈ താര ദിന്താര കരിമരുന്ന് നീ കൊടുത്ത ആരാ? കരിമരുന്ന് നീ ആനയ്ക്കും രാജാവിനും വഴി ചൊല്ലിത്തരാവേ ദിന്താര